മക്കള് അച്ഛമ്മ കാണാൻ പോവാണോ? പോയിട്ടേ വേഗം വരണം കേട്ടോ, അല്ലെങ്കില് മിച്ചുവേട്ടന് ആരും കൂട്ടില്ലാതാവും. ഓ അല്ലേ വെച്ചുട്ടാ? കരയല്ലേ കരയല്ലേ കരയല്ലേ. ഒരു രാത്രിയെങ്കിലും മക്കളോടൊപ്പം കഴിയണമെന്ന് അമ്മ ആഗ്രഹം പറഞ്ഞതുകൊണ്ട് ചേച്ചി ഞാൻ സമ്മതിച്ചത്. ഞങ്ങള് നാളെ തന്നെ ഇങ്ങ് തിരിച്ചു വരും. അങ്ങനെ കണിശമായിട്ട് ഇറങ്ങി വരുമൊന്നും വേണ്ട ചേരൂ. 2 ദിവസം അവിടെ നിന്നാലും കുഴപ്പമൊന്നുമില്ല, അവർക്കൊരാശ്വാസം ആവട്ടെ. ഓ എനിക്കവിടെ നിൽക്കാനുള്ള മനസ്സോടി വേണ്ട ചേച്ചി. ആ വീട്ടിൽ കിടന്നാ എനിക്കിനി ഉറക്കം വരുമെന്ന് തോന്നുന്നില്ല. സ്വപ്നത്തിലെങ്കിലും അയാൾ വന്ന് എന്നെയും മക്കളെ ഉപദ്രവിക്കുമെന്നുള്ളൊരു പേടിയോ. നിന്റെ മനസ്സ് വഴങ്ങുന്നില്ലെങ്കിൽ പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കേണ്ട. നീ ഒന്ന് വിളിച്ചാ മതി, നിന്നെ മക്കളെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നോളാം. മോളെ, മോളെ ഒരു കാറ് വന്നിട്ടുണ്ട്. ലംബോദരൻ ചീരുവിനെ മക്കളെയും കൂട്ടിക്കൊണ്ടു പോവാൻ വന്നതാവും. ഞങ്ങളിതാ ഇറങ്ങുക ഭാനുമ്മേ. വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഞങ്ങളിവിടെ എത്തി, ഇപ്പൊ എത്തിയതേ ഉള്ളൂ. അതെ, ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോഴേക്കും ഞാൻ വിളിക്കാം കേട്ടോ. ശരിയെന്നാ, പിന്നെ വിളിക്കാം. അങ്കിള് കേറുന്നില്ലേ? ചീരു മക്കൾ റെഡിയായെങ്കിൽ പിന്നെന്തിനാ കേറുന്നേ? ഒരാളവിടെ കൊച്ചുമക്കളെ സ്വീകരിക്കാനായിട്ട് മനസ്സ് തുടിച്ച് കാത്തിരിക്കുക. ഞാൻ വിചാരിച്ചത് അമ്മയും കൂടി അങ്കിളിന്റെ ഒപ്പം വരുമായിരിക്കും. ആഹാ, ലതയ്ക്ക് അവിടെ നിങ്ങൾ വരുമ്പോഴേക്കും ഓരോന്നൊക്കെ ഒരുക്കി വെക്കാനുണ്ട്. ഓ അവളുടെ സന്തോഷം ചില്ലറയൊന്നുമല്ല, അതവിടെ ചെല്ലുമ്പോഴേ മനസ്സിലാവൂ. അങ്കിളെ, ചീരുവിനെ മക്കളെ നന്നായിട്ട് നോക്കണമെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. അത് വേണ്ട വേണ്ട, അതിനൊന്നും ഒരു കുറവും ഉണ്ടാവില്ല. എന്നാ ശരി ശരി മോളെ. ഭാനുമ്മേ, പോയിട്ട് വരാം. പോയിട്ട് വാ മോളെ. പോട്ടെ. വിച്ചുമോനെ, ആർച്ചയ്ക്കും ഭദ്രയ്ക്കും ടാറ്റ പറ. പോവാങ്കിള. കേറിക്കോ. കേറിക്കോ കേറിക്കോ. വിച്ചുട്ടാ, ഇങ്ങ വാ. ഒരാളിങ് വാ. വാ വാ വാ, ടാറ്റ പോ. ആ മോനെ, വിച്ചു, അവര് പോയിട്ട് വരൂട്ടാ. വാ വാ പോ. അമ്പിളി ചേച്ചി ഇവിടെ ഉണ്ടാവുമെന്ന് ഞങ്ങള് വിചാരിച്ചില്ല. ചേച്ചി ഇനി കമ്പനിയിൽ വർക്കെന്നാണല്ലോ പറഞ്ഞത്. ആ, അതിനി കുറച്ച് ടൈം കൂടി എടുക്കുന്നേ. ഇവിടുന്ന് മോളെയും കൊണ്ട് ദിവസവും പോയി വരാൻ ബുദ്ധിമുട്ടാ. പിന്നെ കമ്പനിയുടെ അടുത്ത് തന്നെ ഒരു ഫ്ലാറ്റ് നോക്കുന്നുണ്ട്. അല്ല, ഞാനിവിടെ ഉണ്ടാവില്ലെന്ന് വിചാരിച്ചെങ്കി പിന്നെ ആരെ കാണാനാ നിങ്ങൾ വന്നത്? ദാസങ്ങളെ കാണാനാണോ? ഹേയ്, അങ്ങനെ ഒന്നുമില്ല ചേച്ചി. 5 മണിക്ക് കമ്പനി അടയ്ക്കുമല്ലോ. നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടാവുന്ന കരുതി തന്നെയാ ഞങ്ങൾ വന്നത്. പിന്നെ ഞങ്ങള് പഞ്ചരത്നത്തില് പോയിരുന്നു. അച്ഛനെ കണ്ടിട്ടാ വരുന്നത്. അല്ല, എന്താ പെട്ടെന്ന് പഞ്ചരത്നത്തിലേക്ക് പോവാൻ? അച്ഛൻ നിങ്ങളെ അങ്ങോട്ടേക്ക് വിളിച്ചോ? ഏയ്, അച്ഛൻ എന്താവശ്യം വന്നാലും ഞങ്ങളെ വിളിക്കില്ലല്ലോ. ഞാനും ശബരേട്ടനെ എപ്പോഴും പഞ്ചരത്നത്തില് ക്ഷണിക്കാതെ വരുന്ന അതിഥികളാണല്ലോ. ഞങ്ങള് അച്ഛന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി പോയതാ ചേച്ചി. ഒരു ദിവസം മുഴുവൻ അച്ഛന്റെ പേരിൽ നമ്മളെല്ലാവരും മുൾമുനയിൽ നിന്നതല്ലേ. അത് അച്ഛന്റെ ഫോൺ കംപ്ലൈന്റ് ആയതായിരുന്നു ശബരി പ്രശ്നമായത്. ഒരു രാത്രി അച്ഛനെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ ടെൻഷൻ ആവുമെന്ന് അച്ഛൻ പോലും വിചാരിച്ചില്ല. അല്ല, നിങ്ങൾ പോയി കണ്ടപ്പോ അച്ഛൻ ഓക്കെ ആയിരുന്നില്ലേ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞങ്ങളവിടെ ചെല്ലുമ്പോ അച്ഛൻ സ്വന്തമായിട്ട് പാചകമൊക്കെ ചെയ്യാൻ ഒരുങ്ങായിരുന്നു. പിന്നെ ഞാനും ശബരേട്ടനും അതങ്ങ് ഏറ്റെടുത്തു.
ഞങ്ങൾ ഇന്ന് അവിടെ ഒരു സദ്യ തന്നെ ഒരുക്കിയെന്ന് പറഞ്ഞാ മതി. അച്ഛനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ ചേച്ചി. ആ നമ്മുടെ അച്ഛൻ ഇനി ഇത്തരം സന്തോഷങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. എപ്പോഴും കൂടെ ഉണ്ടാവണമെന്ന് അച്ഛൻ ആഗ്രഹിച്ച രഘുവേട്ടനും അമ്പിളി ചേച്ചിയും അച്ഛനെ ഉപേക്ഷിച്ച് പോകുന്നില്ലേ? ഉപേക്ഷിച്ചു പോന്നെന്നോ? ആരാടി അച്ഛൻ ഉപേക്ഷിച്ചത്? ഞങ്ങൾ അച്ഛൻ ഉപേക്ഷിച്ചു പോയിന്ന് അച്ഛൻ നിങ്ങളോട് പറഞ്ഞോ? പറഞ്ഞു ശബരി? ഏയ്, അങ്ങനെ ഒന്നും അച്ഛൻ പറഞ്ഞില്ല. നീ എന്തിനതേ ഇങ്ങനെയൊക്കെ പറയുന്നേ? അച്ഛൻ അങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നില്ലല്ലോ. അച്ഛൻ മക്കളെ പറ്റി പരാതി പറയൂ ശബരേട്ട. പക്ഷേ എനിക്ക് അച്ഛന്റെ മനസ്സറിയാം. രഘുവേട്ടനും അമ്പിളി ചേച്ചിയും പഞ്ചരത്നം വിട്ട് വന്നതില് അച്ഛന് നല്ല വിഷമമുണ്ട്. അമ്പിളി ചേച്ചിക്ക് രഘുവേട്ടനും അവിടെ അച്ഛന്റെ കൂടെ നിൽക്കായിരുന്നു. എന്ന് വെച്ചാ എന്റെ ജീവിതം പഞ്ചരത്നത്തിന്റെ അടുക്കളയിലെ എരിഞ്ഞടങ്ങട്ടേന്ന് അല്ലേ? നിന്റെ പൂതി നടക്കില്ലതേ. നിനക്ക് അച്ഛനോട് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിലേ നീ പോയി പഞ്ചരത്നത്തിൽ നിൽക്ക്. ഞങ്ങൾ ഇനി എന്തായാലും അങ്ങോട്ടേക്ക് പോകുന്നില്ല. ആ, നിങ്ങൾ ചായ എടുത്ത് കുടിക്കേ. ഞാൻ മോളെ ഒന്ന് നോക്കിയിട്ട് വരാം. നമ്മൾ എന്തിനാ ദയ ഇങ്ങോട്ട് വന്നത്? ആദിത്യൻ ശരിക്കും ആരാന്ന് അറിയാൻ വേണ്ടിയല്ലേ? അത് നേരിട്ട് ചോദിച്ച അമ്പിളി ചേച്ചി ചിലപ്പോ സത്യം പറയണമെന്നില്ല ശബരേട്ട. അതല്ല ഞാൻ. മതി, ഇനി അമ്പിളി ചേച്ചിയോട് അതേക്കുറിച്ച് ഒന്നും ചോദിക്കണ്ട. ഞാൻ പിന്നീട് രഘുവേട്ടനെ കാണുമ്പോ ചോദിച്ചോളാം. അതാ നല്ലത്. ആ അങ്ങനെയാണെങ്കിൽ നമുക്ക് ദാസങ്ങളും രഘുവേട്ടനും കമ്പനിയിൽ നിന്ന് തിരിച്ചു വന്നിട്ട് പോയാ പോരെ? സത്യം പറഞ്ഞ മഞ്ചാടിയോടൊന്ന് സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാ. അതിനുള്ള സാഹചര്യം അവളായിട്ട് തന്നെ ഒരുക്കി തന്നത് നന്നായി. ഇപ്പോഴാ എന്റെ മനസ്സിന്റെ ഭാരം ഒന്ന് കുറഞ്ഞത്. പക്ഷേ മഞ്ചാടിയുടെ മനസ്സിന്റെ ഭാരമായിട്ടും കൂട്ടിയില്ലേ? ജീവൻ രാജിൽ പ്രതീക്ഷ കണ്ടിരുന്ന മഞ്ചാടിക്ക് അവനൊരു ഡ്രഗ് മാഫിയയുടെ കണ്ണിയാണെന്ന് എങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കും? ഇതവളോട് ആദ്യമായി പറയുന്ന ആള് ഞാനല്ലെന്തു. അനന്തൻ മാഷിന്റെ മുമ്പിൽ വെച്ച് ആ CI തന്നെ മഞ്ചാടിക്ക് നേരത്തെ ഇങ്ങനൊരു സൂചന നൽകിയിട്ടുണ്ട്. ഇന്നവള് വന്നപ്പോഴും CI സാറ് കുറച്ചുകൂടെ സീരിയസ് ആയി സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞ